PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് സുപ്രധാന നിയമങ്ങൾ എന്ന ടോപ്പിക്കിലെ മനുഷ്യാവകാശ കമ്മീഷനുകളെ കുറിച്ചിട്ടാണ്. ഇതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നീ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. ഇത് കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള പുസ്തകത്തിലെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഇതേ പുസ്തകത്തിൽ തന്നെ എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്രധാനപ്പെട്ട എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകളും അതിൻ്റെ പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് അടക്കമാണ്. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇവിടെ ഇടുന്ന എല്ലാ ക്ലാസ്സിൻ്റെയും പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലുമായിട്ട് നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു റിവിഷൻ എന്ന നിലയ്ക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാം ചാനലിലും വാട്സപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് അടക്കുകയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് തന്നെ നോക്കുക. മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണ്. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്നറിയപ്പെടുന്നത് സെക്രട്ടറി ജനറൽ ആണ്. നിങ്ങളുടെ കയ്യിലൊരു നോട്ട് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്തോളുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സെക്രട്ടറി ജനറൽ. അപ്പോൾ അടുത്ത മൂന്നാമത്തെ പോയിന്റ് നോക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് തരം സ്ഥാപനമാണ്? സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷകളിൽ എപ്പോഴും കാണും ഈ ചോദ്യം. മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അതായത് ഒരു ഉപദേശക സമിതി രൂപത്തിലുള്ളതാണ്. ഈ ഒരു പോയിന്റ് പഠിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പഠിക്കേണ്ട ഒരു പോയിന്റാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, മറിച്ച് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അങ്ങനെ തന്നെ പഠിക്കണം. മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് പഠിക്കുമ്പോൾ ഇതിനൊപ്പം പഠിക്കേണ്ടത് ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല എന്ന് തന്നെയാണ് പഠിക്കേണ്ടത്. അപ്പം അങ്ങനെ ചോദ്യം വരും കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഇന്ത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിക്കുന്നതിന് കാരണമായ UN ഉടമ്പടി ഏതാണെന്നാണ്. അത് 1993 പാരീസ് ഉടമ്പടി. അപ്പോൾ ഇന്ത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിക്കുന്നതിന് കാരണമായ UN ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ അത് 1993 പാരീസ് ഉടമ്പടിയാണ്. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായം ഏതെന്നാണ് ഇതിൽ ചോദിക്കുന്നത്. ഇതിൽ 2ാം അധ്യായത്തിലാണ്. അപ്പോൾ നിങ്ങളതിൻ്റെ ബേസിക് ഫാക്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് ശരിക്കും ഒരു മനുഷ്യാവകാശ സംരക്ഷണ നിയമം നമ്മുടെ ഇന്ത്യയിലുണ്ട് അല്ലേ. ഒരു മനുഷ്യാവകാശ സംരക്ഷണ നിയമമുണ്ട്, ഒരു ആക്ട് ഉണ്ട്. ആ ആക്റ്റിൽ 8 അധ്യായങ്ങളാണ്, 8 ചാപ്റ്ററുകളും 43 സെക്ഷനും ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നും പറഞ്ഞൊരു നിയമമുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് എന്നും പറഞ്ഞൊരു ആക്ട് ഉണ്ട്. ആ ആക്റ്റിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ 8 അധ്യായങ്ങളുണ്ട്, 8 ചാപ്റ്ററും 43 സെക്ഷനും ഉണ്ട്. ഇത് കൃത്യമായിട്ട് നിങ്ങളൊരു നോട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. 8 ചാപ്റ്ററും 43 സെക്ഷനും ഉണ്ട്. ഈ സെക്ഷനിൽ ശരിക്കും ഇതിൽ ഞാൻ പറഞ്ഞു 8 ചാപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 8 ചാപ്റ്റർ അല്ലെങ്കിൽ 8 അധ്യായങ്ങളിൽ 2ാമത്തെ അധ്യായത്തിൽ 3ാമത്തെ സെക്ഷനിലാണ് ഈ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഒന്നുകൂടെ ശ്രദ്ധയോടെ കേൾക്കുക. നമ്മുടെ ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമമുണ്ട്, ഒരു ആക്ട് ഉണ്ട്. ആ ആക്റ്റിൽ 8 ചാപ്റ്ററുകളുണ്ട്, 8 അധ്യായങ്ങളും അതേപോലെ 43 സെക്ഷനുണ്ട്, 43 വകുപ്പുകളുണ്ട്. ഇതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത് 2ാമത്തെ ചാപ്റ്ററിൽ, അതായത് 2ാമത്തെ അധ്യായത്തിൽ 3ാം വകുപ്പിൽ, അതായത് 3ാമത്തെ സെക്ഷനിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഇനി നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത് 5ാമത്തെ അധ്യായത്തിലാണ്, അതായത് ചാപ്റ്റർ 5ൽ 21ാമത്തെ സെക്ഷനിലാണ്, അതായത് 21ാമത്തെ വകുപ്പിലാണ്. കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 5ാമത്തെ ചാപ്റ്ററിൽ 21ാമത്തെ സെക്ഷനിലാണ് നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി
നമ്മുടെ ഇതിൽ മനുഷ്യാവകാശ കോടതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 6 ആണ്. ചാപ്റ്റർ 6 6ാമത്തെ അധ്യായത്തിൽ 30ാമത്തെ സെക്ഷനിലാണ് മനുഷ്യാവകാശ കോടതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഞാനിത് പറഞ്ഞത് വേറൊന്നുമില്ല, ഇതിൽ അല്ലാതുള്ള സെക്ഷനുകളൊന്നും കാണാതെ പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞത് എന്തായാലും എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മനുഷ്യാവകാശ സംരക്ഷണ നിയമമുണ്ട്. ആ നിയമം ഇറക്കിയിരിക്കുന്നത് തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 93-ലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇന്ത്യയിൽ ഇറക്കിയിട്ടുള്ളത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും പിന്നെ മനുഷ്യാവകാശ കോടതിയും രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യാവകാശ നിയമം ഇന്ത്യയിൽ രൂപീകരിച്ചിട്ടുള്ളത്. ആ നിയമത്തിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിക്കുന്നതിനെ പ്രതിപാദിക്കുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായം 2ാം അധ്യായമാണ് അല്ലേ. അതിലെ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് 3ാം വകുപ്പിലാണ്. അപ്പോൾ 2ാമത്തെ ചാപ്റ്ററിൽ 3ാമത്തെ സെക്ഷൻ അല്ലേ, ചാപ്റ്റർ 2 സെക്ഷൻ 3 ഓർത്തിരിക്കണം, ഉറപ്പായിട്ടും ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണത്. അടുത്തത് മനുഷ്യാവകാശ നിയമത്തിലെ 2019 ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ അംഗങ്ങൾക്കൊപ്പം ഏതൊക്കെ കമ്മീഷൻ ചെയർപേഴ്സൺമാരെയാണ് അംഗങ്ങളായി ചേർത്തത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് മനുഷ്യാവകാശ നിയമത്തിലെ ഇത് ഭേദഗതി വരുത്തിയിട്ടുണ്ട്. മനുഷ്യാവകാശ നിയമം അല്ലെ, അത് ഭേദഗതി വരുത്തിയ വർഷങ്ങൾ 2 വർഷങ്ങളിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. എനിക്ക് ഇതിൽ 2006-ഉം 2019-ലുമാണ് ആ ഭേദഗതി വരുത്തിയിട്ടുള്ളത്. 2006-ലും 2019-ലും 2 തവണ ഈ മനുഷ്യാവകാശ നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഇതിൽ 2019-ലാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഭേദഗതി വരുത്തിയിട്ടുള്ളത്. ആ ഭേദഗതി പ്രകാരം മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലത്തെ അംഗങ്ങൾക്കൊപ്പം പുതിയതായിട്ട് കുറച്ചുപേരെ കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഏതെന്നാണ് ഈ ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഏതെന്ന് നോക്കാം. അതിൽ ഒന്ന് ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചെയർപേഴ്സണെ ചേർത്തിട്ടുണ്ട്. അതേപോലെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സണെ ചേർത്തിട്ടുണ്ട്. പിന്നെ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെ ചേർത്തിട്ടുണ്ട്. ഇത്രയും പേര്, അതായത് കൂടുതലായിട്ട് പുതിയതായിട്ട് ചേർത്ത ആൾക്കാർ ഇവരൊക്കെയാണ്. ആരൊക്കെയാണെന്ന് നോക്കാം. പുതിയതായിട്ട് ചേർത്തത് 2019-ലെ ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിലവിലെ അംഗങ്ങൾക്കൊപ്പം ചേർത്തത് ദേശീയ ഭിന്നശേഷി കമ്മീഷൻ, അതേപോലെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, അതേപോലെ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ എന്നീ 3 കമ്മീഷൻ്റെ ചെയർപേഴ്സൺമാരെ ചേർത്തു. അപ്പോൾ ഓൾറെഡി അതിനകത്ത് മുമ്പുണ്ടായിരുന്നവർ, ഇതിനു മുമ്പ് 2019-ലെ ഭേദഗതിക്ക് മുമ്പുണ്ടായിരുന്നവർ ആരൊക്കെയാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരോടൊപ്പം പുതിയ 3 പേരെ കൂടെ ചേർത്തു. അപ്പോൾ അംഗസംഖ്യ മൊത്തം 7 പേരായിട്ടുണ്ട്. 7 പേര്. നിങ്ങൾ നോക്കുക, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ, ഈ 3 കമ്മീഷനിലെ ചെയർപേഴ്സൺമാരെ ലേറ്റസ്റ്റായിട്ട് ആഡ് ചെയ്തപ്പോൾ അതിന് മുമ്പ് ഉണ്ടായിരുന്നത് നോക്കുക 3 പേര്. അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. അപ്പോൾ പുതിയ 3 പേരെ കൂടെ ചേർത്തപ്പോൾ പഴയ 4 പേരും കൂടെ കൂട്ടിയിട്ട് 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ടുണ്ട്. 7 പേര്, 7 ചെയർമാൻമാർ അല്ലെ, 7 കമ്മീഷൻ്റെ 7 ചെയർമാൻമാരായി ഇപ്പോൾ നിലവിൽ. അപ്പോൾ 2019 ഭേദഗതിക്ക് ശേഷമാണ് 7 പേരായത്. അതിന് മുമ്പായിരുന്നെങ്കിൽ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പുതിയതായിട്ട് 3 പേരെ കൂടെ ചേർത്തിട്ടുണ്ട്. ആ 3 പേരാണ് ദേശീയ ഭിന്നശേഷി കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ പോയിന്റ് നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ ക്ലിയർ ആകും. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് ഒന്നുകൂടെയാണെന്ന് പറയാൻ, ജസ്റ്റ് ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. മനുഷ്യാവകാശ നിയമത്തിലെ 2019 ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലത്തെ അംഗങ്ങൾക്കൊപ്പം ഏതൊക്കെ കമ്മീഷൻ ചെയർപേഴ്സൺമാരെയാണ് അംഗങ്ങളായി ചേർത്തതെന്ന്. അതിൽ ആദ്യത്തേത് ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചെയർപേഴ്സൺ.
ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. എന്നിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എന്നിവരാണ് മുമ്പ് അംഗങ്ങളായി ഉണ്ടായിരുന്നത്. അപ്പോൾ അവരോടൊപ്പം ഈ പുതിയ 3 പേരെ കൂടെ ചേർത്തപ്പോൾ 7 അംഗങ്ങൾ, 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനിൽ, നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉണ്ട്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഒരു പോയിന്റ് നോക്കുക. ഇന്ത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിക്കുന്നതിനായി ഓർഡിനൻസ് പുറപ്പെടുവിച്ച തീയതിയാണ് 1993 സെപ്റ്റംബർ 28. അതായത് ഇന്ത്യയിലെ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഓർഡിനൻസ് പുറപ്പെടുവിച്ച തീയതിയാണ് 1993 സെപ്റ്റംബർ 28 എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവത്കൃതമായ തീയതി ഏതെന്ന് ചോദിച്ചാൽ 1993 ഒക്ടോബർ 12. അപ്പോൾ ഈ 2 പോയിന്റും ഒന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. 2 പോയിന്റും. ആദ്യത്തെ ഈ പോയിന്റ് പറയുന്നത് ഇന്ത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിക്കുന്നതിനായി ഓർഡിനൻസ് പുറപ്പെടുവിച്ച തീയതിയാണ് 1993 സെപ്റ്റംബർ 28. അതേപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽകൃതമായ തീയതി ഏതെന്ന് ചോദിച്ചാൽ അത് 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച തീയതി 1993 ഒക്ടോബർ 12. അടുത്തത് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം. മനുഷ്യാവകാശത്തെ നിർവചിച്ചിരിക്കുന്ന വകുപ്പ് 2(1)(d) അല്ലെ. സെക്ഷൻ 2 ഉപവകുപ്പ് 1 ഉപവകുപ്പ് D ആയിട്ടാണ് വരുന്നത്. അതായത് സെക്ഷൻ 2(1)(d) അതിലാണ് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം മനുഷ്യാവകാശത്തെ നിർവചിച്ചിരിക്കുന്നത്. അതായത് മനുഷ്യാവകാശം എന്നൊരു നിർവചനം കൊടുത്തു. എന്താണ് മനുഷ്യാവകാശം എന്നതിനെ സംബന്ധിച്ച് ഒരു നിർവചനം കൊടുത്തിരിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 2(1)(d) ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ 8 ചാപ്റ്റർ ഉണ്ട്, 43 സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 2ാമത്തെ സെക്ഷനിൽ 1(d) ആയിട്ടാണ് എന്താണ് മനുഷ്യാവകാശം എന്നതിനെ സംബന്ധിച്ചൊരു നിർവചനം കൊടുത്തിരിക്കുന്നത്. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്നാണ്. അതെല്ലാവർക്കും അറിയാമല്ലേ. ആസ്ഥാനം എവിടെയാണ്? മാനവ് അധികാർ ഭവൻ എന്നാണ് അല്ലേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവനാണ്. അടുത്തൊരു പോയിന്റാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് PSCയുടെ. അത് നിങ്ങൾക്കറിയാം. റിട്ടയേർഡ് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് അല്ലെ. റിട്ടയേർഡ് ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? റിട്ടയേർഡ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ, അതുപോലെ ചെയർമാൻ എന്നിവർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? അത് രാഷ്ട്രപതിക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ, ചെയർമാൻ എന്നിവർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? അത് രാഷ്ട്രപതിക്ക്. അപ്പോൾ അടുത്ത പോയിന്റാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 2ാമത്തെ അധ്യക്ഷൻ ആരാണെന്ന്. അത് ജസ്റ്റിസ് MN വെങ്കടച്ചെല്ലയ്യാണ് അല്ലേ. അപ്പോൾ ആദ്യത്തേത് രംഗനാഥ മിശ്രയും 2ാമത്തേത് ജസ്റ്റിസ് MN വെങ്കടച്ചെല്ലയ്യയുമാണ്. ജസ്റ്റിസ് MN വെങ്കടച്ചെല്ലയ്യ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ മുഴുവൻ സമയ അംഗങ്ങൾ എത്ര പേരാണെന്നാണ്. അതായത് മുഴുവൻ സമയ അംഗങ്ങൾ എത്ര പേരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ മുഴുവൻ സമയ അംഗങ്ങളായിട്ടുള്ളത്? അങ്ങനെ ചോദിച്ചാൽ 5 പേരാണ്, ചെയർമാനെ കൂടാതെ. ഇനി ചെയർമാൻ ഉൾപ്പെടെയാണെങ്കിൽ 6 പേരാണ്. അപ്പോൾ ചെയർമാൻ പ്ലസ് 5 പേർ. അങ്ങനെയാണെങ്കിൽ മൊത്തം ചോദിച്ചാൽ അംഗങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ 6 പേര് അല്ലേ. ചെയർമാനെ കൂടാതെ ചോദിച്ചാൽ 5 പേര്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ മുഴുവൻ സമയ അംഗങ്ങൾ എത്ര? ചെയർമാനെ കൂടാതെയാണെങ്കിൽ 5 പേരും, ചെയർമാൻ ഉൾപ്പെടെയാണെങ്കിൽ 1+5 അല്ലെ 6 പേര്, മൊത്തം 6 പേര്. അങ്ങനെ തന്നെ ഓർത്തിരിക്കുക. ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെയാണ്, ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി അല്ലെ, ടെനർ, കാലാവധി എത്രയാണ്? അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് ഏതാണോ ആദ്യം അതനുസരിച്ചിട്ട് അവർ റിട്ടയർ ചെയ്യും അല്ലേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുകളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിക്കുന്നത് ആരാണെന്ന്. ഇത് കേന്ദ്ര സർക്കാരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിക്കുന്നത് അല്ലേ. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്നറിയാം, ഭരണഘടനാ സ്ഥാപനമല്ല, മറിച്ചൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കേന്ദ്ര സർക്കാരാണ് രൂപീകരിക്കുന്നതെന്ന് അല്ലേ. കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഒരു കമ്മീഷനാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്ക് തന്നെയാണ്? കേന്ദ്ര സർക്കാരിന് തന്നെയാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതും. അപ്പം നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പ്രസിഡന്റിന് എന്നും പറഞ്ഞു കൊടുക്കാം.
അപ്പോൾ പ്രസിഡന്റിന് അങ്ങനെ ഒരു റോളില്ല. കാരണം ഇത് കേന്ദ്ര സർക്കാരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനാണ് ഇവർ റിപ്പോർട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഓർത്താൽ മതി. ഇനി സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ സംസ്ഥാന സർക്കാരാണ്. അപ്പം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. ഇത് ഒരു നല്ലൊരു പോയിന്റാണ്. പ്രസ്താവന ടൈപ്പ് ചോദ്യത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിന്റാണ്. അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കേൾക്കുക. അപ്പോൾ അടുത്തൊരു പോയിന്റ് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണെന്നാണ്. ആപ്തവാക്യം അത് ഇതാണ്: സർവ ഭവന്തു സുഖിനോ എന്ന് പറഞ്ഞാൽ എല്ലാവരും സന്തുഷ്ടരാകട്ടെ എന്നാണ്, അല്ലെ? സർവ ഭവന്തു സുഖിനോ, എല്ലാവരും സന്തുഷ്ടരാകട്ടെ. അടുത്തത്, പുതിയ ഭേദഗതി പ്രകാരം മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം എത്ര? 7 പേര്, അല്ലെ? പുതിയ ഭേദഗതി പ്രകാരം എന്ന് പറഞ്ഞാൽ 2019 ഭേദഗതി പ്രകാരം ഞാൻ പറഞ്ഞു ഈ മനുഷ്യാവകാശ കമ്മീഷൻ, അല്ലെ, മനുഷ്യാവകാശ നിയമം 2 പ്രാവശ്യമാണ് ഭേദഗതി ചെയ്തത്, 2006 പിന്നെ 2019. അപ്പോൾ പുതിയ ഭേദഗതി എന്ന് ഉദ്ദേശിക്കുന്നത് 2019 ലേറ്റസ്റ്റ് ഭേദഗതി പ്രകാരം മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം 7 അല്ലെ? നമ്മൾ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരെന്ന് തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അല്ലെ? ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ, അതേപോലെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, SC/ST കമ്മീഷൻ ചെയർപേഴ്സൺ, ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള 7 പേര്, ചുരുക്കി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, 6 പേര് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉണ്ട്. അവരെ കൂടാതെ എക്സ് ഒഫീഷ്യോ 7 പേര് വേറെ വരുന്നുണ്ട്. അപ്പോൾ 6 പേര്, ചെയർമാൻ ഉൾപ്പെടെ 6 പേരുണ്ട്. അവരെ കൂടാതെ, അവർ മുഴുവൻ സമയ മെമ്പേഴ്സാണ് 6 പേരെന്ന് പറയുന്നത്, അല്ലേ? ചെയർമാൻ ഉൾപ്പെടെ 6 പേര്. അവരെ കൂടാതെ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ കൂടിയുണ്ട്. ഈ എക്സ് ഒഫീഷ്യോ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഒരാൾ എത്തിപ്പെടുമ്പോൾ ആ എത്തിപ്പെട്ട സ്ഥാനത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അംഗങ്ങളാകുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ ചെയർമാൻ ആയിട്ട് ഒരാളെ തിരഞ്ഞെടുത്താൽ അയാൾ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ ചെയർമാനിൽ ഒരു അംഗമായിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് മാറ്റപ്പെടും. അതാണ് എക്സ് ഒഫീഷ്യോ, ആ പദവി കൊണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയോ എന്ന്, ആശയം വ്യക്തമായോ എന്ന് എനിക്ക് നമ്മൾ I/I കോൺടാക്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. എക്സ് ഒഫീഷ്യോ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഏതെങ്കിലും ഒരു പദവിയിൽ ഒരാൾ എത്തിപ്പെട്ടാൽ ആ പദവി അനുസരിച്ചിട്ട് ഏതിൻ്റെയെങ്കിലും കൂടെ ഒരു ഭരണ നേതൃത്വത്തിലേക്ക് വരുന്നൊരു പ്രക്രിയ. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോൾ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതി. അപ്പോൾ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിട്ട് ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ ഉപരാഷ്ട്രപതി ഓട്ടോമാറ്റിക്കലായിട്ട് രാജ്യസഭയുടെ അധ്യക്ഷനായിട്ട് മാറും. അതങ്ങനെയാണ്. അതാണ് എക്സ് ഒഫീഷ്യോ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തേക്കായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ആ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഓട്ടോമാറ്റിക്കലി മറ്റേതിൻ്റെങ്കിലും കൂടെ ഭാരവാഹികളോ അല്ലെങ്കിൽ അംഗങ്ങളോ ആയിട്ട് മാറുന്നതിനെയാണ് എക്സ് ഒഫീഷ്യോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ SC കമ്മീഷൻ്റെ ചെയർമാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ST കമ്മീഷൻ്റെ ചെയർമാൻ ആയിക്കോട്ടെ, അങ്ങനെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഓട്ടോമാറ്റിക്കലി എന്തുകൂടെ ആകും? മനുഷ്യാവകാശ കമ്മീഷനിലെ ഈ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ ഒരാളായിട്ട് ഓട്ടോമാറ്റിക്കലി മാറ്റപ്പെടും. അതാണ് ഈ എക്സ് ഒഫീഷ്യോ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആരാണെന്ന്, അതായത് നീക്കം ചെയ്യാനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും നിയമനത്തിന് ശുപാർശ ചെയ്യുന്നതിനുള്ള സമിതിയുടെ തലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും നിയമനത്തിന് ശുപാർശ ചെയ്യുന്നതിനുള്ള സമിതിയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള കാരണങ്ങളാണ്. ഈ കാരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തരാൻ പറ്റുന്ന കാരണങ്ങളാണ്. അതായത് ഒന്ന് മനസ്സിലാക്കുക, ഇപ്പം മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ ചില കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അവരെ നീക്കം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെന്തൊക്കെയാണ് ആ കാരണങ്ങളെന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ആ കാരണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നെങ്കിൽ അദ്ദേഹം നിർധനൻ എന്ന് വിധിക്കപ്പെടണം. അതായത് നിർധനൻ, കാശൊന്നുമില്ല, പാപ്പരാണ് എന്ന് വിധിക്കപ്പെടണം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ ആ പദവിയിൽ നിന്ന്, അത് കമ്മീഷന്റെ അധ്യക്ഷനായാലും അംഗങ്ങളായാലും ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാം. എന്തായിരിക്കണം? ഒന്നെങ്കിൽ അദ്ദേഹം നിർധനൻ, അല്ലെ, കാശില്ലാത്ത ആള്, പാപ്പര് എന്ന് വിധിക്കപ്പെടണം. അല്ലെങ്കിലോ അദ്ദേഹം വേതനം ലഭിക്കുന്ന മറ്റു തൊഴിലിൽ ഏർപ്പെടുക. അതായത് ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനോ അംഗമോ ആയിരിക്കെ തന്നെ കാശ് കിട്ടുന്ന വേറെ ഏതെങ്കിലും പ്രവൃത്തി ചെയ്താലും അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് മാനസിക ശാരീരിക ദൗർബല്യം.
അതായത് മാനസികമായോ ശാരീരികമായോ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ മാറ്റാം. അതേപോലെ ചിത്തഭ്രമം അല്ലെ മാനസികമായ അസ്വസ്ഥത ചിത്തഭ്രമം ഉണ്ടെങ്കിൽ മാറ്റാം. പിന്നെ തടവിന് ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് ഈ കമ്മീഷൻ അധ്യക്ഷനോ അല്ലെങ്കിൽ അതിലെ അംഗങ്ങളോ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് തടവിൽ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ആ കാരണം പറഞ്ഞുകൊണ്ടും ഇവരെ ഇതിൽ നിന്നും ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് പ്രസ്താവനയിൽ വരാവുന്ന ഒരു പോയിന്റുകളാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അതേപോലെ അംഗങ്ങളെയും നിയമനത്തിന് നേരത്തെ നീക്കം ചെയ്യുന്നതിനുള്ള കാരണമാണ് പറഞ്ഞത്. ഇത് നിയമനത്തിന് ശുപാർശ ചെയ്യുന്നതിനുള്ള സമിതിയിൽ അതിൻ്റെ തലവനായ പ്രധാനമന്ത്രിയെ കൂടാതെ ഉൾപ്പെടുന്നതാരെല്ലാമെന്നാണ്. അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും നിയമനത്തിന് ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റിയുണ്ട്. അതായത് അവർ റെക്കമെൻഡ് ചെയ്യുകയാണ് പ്രസിഡന്റിനോട് ഇന്ന ആൾക്കാരെ ഇന്ന ആളായിട്ട് എടുക്കണമെന്നും പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സമിതിയുണ്ട്. ആ സമിതിയുടെ തലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ പ്രധാനമന്ത്രിയെ കൂടാതെ ആരൊക്കെ ഉണ്ടെന്നാണ് താഴത്ത് പറയുന്നത്. പ്രധാനമന്ത്രിയെ കൂടാതെ ലോകസഭാ സ്പീക്കർ ഉണ്ടാവും, രണ്ടാമത്തെ ആൾ. പിന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മൂന്നാമത്തെ ആൾ. ലോകസഭാ പ്രതിപക്ഷ നേതാവ് നാലാമത്തെ ആൾ. അതേപോലെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് അഞ്ചാമത്തെ ആൾ. അതേപോലെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ. അങ്ങനെ 6 അംഗങ്ങൾ. ഈ 6 പേര് കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനിച്ചിട്ടാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ തിരഞ്ഞെടുക്കുന്ന ഈ 6 പേരടങ്ങുന്ന സമിതിയുടെ തലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി. ഇവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. കാരണം ഞാൻ പറയാം, ഈ 6 എന്ന് പറയുന്ന അക്കവുമായിട്ടൊരു കണക്ഷൻ വരുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ മുഴുവൻ സമയ അംഗങ്ങളെന്ന് പറയുന്നത് ചെയർമാൻ പ്ലസ് 5 പേരാണ്. ചെയർമാൻ പ്ലസ് 5 പേർ. ചെയർമാൻ ഉൾപ്പെടെ ആകുമ്പോൾ 6 പേര് അല്ലേ. ചെയർമാൻ പ്ലസ് 5 മെമ്പേഴ്സ്. അപ്പോൾ ചെയർമാൻ ഉൾപ്പെടെ ആകുമ്പോൾ 6 പേര്. 1 + 5 6 പേര്. 6 പേരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ മുഴുവൻ സമയ അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 6 എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ. ഇതേ 6 തന്നെയാണ് 6 പേരടങ്ങുന്ന ഒരു സമിതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അതേപോലെ മറ്റംഗങ്ങളെയും നിയമിക്കുന്നത്. അപ്പോൾ 6 എന്ന് പറയുന്ന ഒരു ഡിജിറ്റിന് അവിടെ അങ്ങനെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് കേൾക്കുമ്പോഴേ 6 എന്നൊരു ഡിജിറ്റും അതിൻ്റെ പ്രാധാന്യം ഇപ്പം നിങ്ങൾ മനസ്സിലായല്ലോ. 6 പേരാണ് ചെയർമാൻ പ്ലസ് 5 എന്ന് പറയുന്നത് 1 + 5 എന്ന് പറയുന്ന 6 പേരാണ് ഇതിലെ അംഗങ്ങൾ. അതേപോലെ 6 അംഗങ്ങൾ ചേർന്നൊരു സമിതിയാണ് ഈ പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത്. അപ്പോൾ ആ ഒരു 6ൻ്റെ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. അടുത്തൊരു പോയിന്റ് 2015-16 കാലയളവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാനായ മലയാളിയാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് 2015-16 കാലയളവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാനായ മലയാളിയാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ് എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് ഫാത്തിമ ബീവിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ ഫാത്തിമ ബീവി. അതേപോലെ ആദ്യ മലയാളി വനിത ചോദിച്ചാലും ആര് തന്നെയാണ്, അല്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ വനിത ചോദിച്ചാലും ആര് തന്നെയാണ്, ഫാത്തിമ ബീവിയാണ്. അപ്പോൾ ഫാത്തിമ ബീവിക്ക് അങ്ങനെ പ്രത്യേകതകളുണ്ട്. എന്താണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് ഫാത്തിമ ബീവിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ അത് ഫാത്തിമ ബീവിയാണ് അല്ലേ. അപ്പോൾ ഇനി അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ അല്ലേ. പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സെക്രട്ടറി ജനറലാണ്. സെക്രട്ടറി ജനറൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സെക്രട്ടറി ജനറലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വഹിച്ച ആദ്യ കേരളീയൻ ആരെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വഹിച്ച ആദ്യ കേരളീയൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും നിയമനത്തിന് ശുപാർശ ചെയ്യുന്നതിനുള്ള സമിതിയുടെ അംഗബലം എന്ന് പറയുന്നത് 6ആണ്. അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ ഇത്രയും കാര്യങ്ങളെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പറയുന്നുള്ളൂ. ഇനി നമുക്ക് പഠിക്കേണ്ടത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ്. അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ മനുഷ്യാവകാശ നിയമത്തിലെ 93 മനുഷ്യാവകാശ നിയമത്തിൽ മൊത്തം 8 ചാപ്റ്ററും 43 സെക്ഷനും ഉണ്ട്. അതിൽ
രണ്ടാമത്തെ ചാപ്റ്ററിൽ 3-ാമത്തെ സെക്ഷനിലാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അതുപോലെ 5-ാമത്തെ ചാപ്റ്ററിൽ 21-ാമത്തെ സെക്ഷനിലാണ് നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി 6-ാമത്തെ ചാപ്റ്ററിലെ 30-ാമത്തെ സെക്ഷനിലാണ് മനുഷ്യാവകാശ കോടതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പോൾ ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് സ്ഥലത്താണെന്നൊക്കെ മനസ്സിലായാലും മനുഷ്യാവകാശ നിയമത്തിലെ 5-ാമത്തെ ചാപ്റ്ററിലെ 21-ാമത്തെ സെക്ഷനിലാണ്. അത് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് അതിൻ്റെ പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അതേപോലെ അംഗങ്ങളെയും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, ഏതാണോ ആദ്യം അതാണ്. അപ്പോൾ അത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെയും ഇത് തന്നെയാണ് കാലാവധി. അല്ല, എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെയും അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, ഏതാണോ ആദ്യം. അടുത്തത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. അല്ലെ, നമുക്കറിയാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ റിപ്പോർട്ട് കൊടുക്കുന്നതും അതത് സർക്കാരിനാണ്. അല്ലെ, കേന്ദ്ര സർക്കാരിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ സേവന വേതന വ്യവസ്ഥകൾ അത് നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരാണ് ഇത് രൂപീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരാണ് ഇവരുടെ സേവന വേതന ശമ്പളവും സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO എന്നറിയപ്പെടുന്നത് സെക്രട്ടറിയാണ്. സെക്രട്ടറി ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സെക്രട്ടറി. അടുത്തൊരു പോയിന്റ് നോക്കുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറിയെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറിയെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് നിയമസഭയിൽ വയ്ക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട്, അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് ആർക്ക് സമർപ്പിക്കും? സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കും. അപ്പോൾ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യും? അത് നിയമസഭ കൂടുമ്പോൾ ആ നിയമസഭയ്ക്ക് മുന്നിൽ സംസ്ഥാന സർക്കാർ ഈ പറയുന്ന പ്രസ്തുത റിപ്പോർട്ട് അവതരിപ്പിക്കും. അങ്ങനെയാണ്. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് നിയമസഭയിൽ വയ്ക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എന്നിവരെ നീക്കാൻ അല്ലെങ്കിൽ നീക്കം ചെയ്യാൻ അധികാരമാർക്കാണ്? അത് രാഷ്ട്രപതിക്കാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എന്നിവരെ നീക്കാൻ അധികാരമാർക്കാണ്? രാഷ്ട്രപതിക്ക്. അപ്പോൾ അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. മനുഷ്യാവകാശ കമ്മീഷനിലെ നോൺ ജുഡീഷ്യൽ അംഗമാകുന്നതിനുള്ള യോഗ്യത എന്തെന്നാണ്? മനുഷ്യാവകാശ കമ്മീഷനിലെ നോൺ ജുഡീഷ്യൽ അംഗമാകുന്നതിനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ, ഒന്ന്, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രായോഗിക പരിജ്ഞാനം ഉണ്ടായിരിക്കണം. അല്ലെ, എന്താണ്? മനുഷ്യാവകാശ കമ്മീഷനിൽ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മൊത്തം 3 പേരാണുള്ളത്. അതിലൊരു ചെയർമാനും 2 അംഗങ്ങളുണ്ട്. അതിൽ ഒരംഗം ജുഡീഷ്യൽ അംഗവും മറ്റൊരംഗം നോൺ ജുഡീഷ്യൽ അംഗവുമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരംഗം കോടതിയുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ അറിയാവുന്ന ഒരാളായിരിക്കും. അതൊരു ജഡ്ജിയാകും. ഇനി നോൺ ജുഡീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രായോഗിക പരിജ്ഞാനമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും. അതാണ്. അപ്പോൾ മനസ്സിലായല്ലോ. അംഗങ്ങൾ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 3 പേരാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 3 പേര്. അതിലൊരാൾ ചെയർമാൻ ആയിരിക്കും. 2 പേരിൽ ഒരാൾ നോൺ ജുഡീഷ്യലും ഒരാൾ ജുഡീഷ്യൽ അംഗവുമായിരിക്കും. അതിൽ നോൺ ജുഡീഷ്യൽ അംഗമാകുന്നതിനുള്ള യോഗ്യതയാണെന്ത്? മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രായോഗിക പരിജ്ഞാനമുള്ള വ്യക്തിയായിരിക്കണം. ഇനി ഏത് പദവി വഹിച്ചിട്ടുള്ള വ്യക്തിക്കാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിക്കപ്പെടാൻ യോഗ്യതയുള്ളത്? ഏതാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ ഹൈക്കോടതി ജഡ്ജി. അല്ലെ, ഈ പദവി വഹിച്ചിട്ടുള്ള ഒരാൾക്കാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയമിക്കപ്പെടാൻ യോഗ്യതയുള്ളത്.
അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ 3 അംഗങ്ങളുണ്ട്. അതിലൊരാൾ ചെയർമാനായിരിക്കും. ആ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ എന്ത് യോഗ്യതയാണ് ഉണ്ടായിരിക്കേണ്ടത്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി അല്ലെ എന്നൊരു പദവി അല്ലെ, ആ ഒരു സ്ഥാനമാണ് അതിന് വേണ്ടത്, ആ ഒരു യോഗ്യതയാണ് അതിന് വേണ്ടത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപവത്കരണം പ്രതിപാദിക്കുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 21 ഞാനിപ്പോൾ പറഞ്ഞു അല്ലെ, 5ാമത്തെ ചാപ്റ്ററിലെ 21ാമത്തെ വകുപ്പാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പം ഇനി നമുക്ക് അതിൻ്റെ ബാക്കി പോയിന്റിലേക്ക് പോകാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കയിലുണ്ട്, അതുകൂടെ വെച്ചിട്ട് നോക്കണം. ഇതിൽ പല പോയിന്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയും തിരിച്ചൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ റാങ്ക് ഫെയിൽ കൂടി വായിക്കുക. റാങ്ക് ഫെയിൽ വായിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഇത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പം നമുക്ക് ബാക്കി നോക്കാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നോക്കുക അടുത്തത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ജുഡീഷ്യൽ അംഗത്തിൻ്റെ യോഗ്യത. അത് ഹൈക്കോടതി ജഡ്ജി പദവി വഹിച്ചയാൾ അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായി 7 വർഷത്തിൽ കുറയാത്ത സേവനമനുഷ്ഠിച്ച വ്യക്തി. ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തു. ഇത് പ്രസ്താവന ചോദ്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ വന്നിരിക്കും ഇത്. അപ്പം നോക്കുക, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ജുഡീഷ്യൽ അംഗത്തിൻ്റെ യോഗ്യതയാണ് പറയുന്നത്. ജുഡീഷ്യൽ അംഗം അത് ആരായിരിക്കണം? ഒന്നെങ്കിൽ ഹൈക്കോടതി ജഡ്ജി പദവി വഹിച്ചയാൾ അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായിട്ട് 7 വർഷത്തിൽ കുറയാത്ത സേവനമനുഷ്ഠിച്ച വ്യക്തിയായിരിക്കണം. അതായത് ഈ ജുഡീഷ്യൽ എന്ന വാക്ക് തന്നെ അറിയാലോ, കോടതിയുമായി ബന്ധപ്പെട്ട വാക്കാണ്. അപ്പോൾ ജുഡീഷ്യൽ അംഗം എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒന്നെങ്കിൽ ജഡ്ജി ആയിരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ജില്ലാ ജഡ്ജി ആയിട്ട്, ഒന്നെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം, അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായി 7 വർഷത്തിൽ കുറയാത്ത സേവനമനുഷ്ഠിച്ച വ്യക്തിയായിരിക്കണം ജുഡീഷ്യൽ അംഗം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപവത്കരണം പ്രതിപാദിക്കുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായം 5ാം അധ്യായമാണ്. അത് ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു അല്ലേ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 5ാം അധ്യായത്തിലെ 21ാം വകുപ്പാണ്. അപ്പോൾ അടുത്തത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അതുപോലെ അംഗങ്ങൾ എന്നിവർ സ്ഥാനമൊഴിയാൻ ആഗ്രഹിക്കുന്ന പക്ഷം രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഇവരെ നീക്കം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു രാഷ്ട്രപതിയാണ്. പക്ഷെ അതല്ല, ഇവർക്ക് സ്വമേധയാ ഇവർക്ക് രാജി കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആർക്ക് കൊടുക്കണം? അത് പ്രസിഡന്റിന് കൊടുക്കണമെന്നില്ല, ഗവർണർക്ക് കൊടുത്താൽ മതി അല്ലേ. രാജിവെക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഗവർണർക്ക് രാജിക്കത്ത് കൊടുത്താൽ മതി. ഇനി ഇവരെ നീക്കം ചെയ്യുന്നത് ആരാണ്? നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രപതി ചെയ്തോളും അല്ലേ. ചെയർമാൻ ഉൾപ്പെടെ കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗബലം എന്ന് പറയുന്ന 3 പേരാണ്. നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എന്താ പഠിച്ചത്? 1+5 എന്ന് പഠിച്ചു അല്ലേ. ഒരു ചെയർമാനും 5 അംഗങ്ങൾ, അങ്ങനെ 6 പേരാണ് മുഴുവൻ സമയ അംഗങ്ങളായിട്ടുള്ളതെന്ന് പഠിച്ചു. പിന്നെ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട് അല്ലേ. എന്നാലും നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 പേരാണ് അല്ലേ. ഓക്കെ, ഇവിടെയോ നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 3 പേരാണ്. അപ്പം അടുത്ത പോയിന്റ് നോക്കുക, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അതുപോലെ അംഗങ്ങൾ എന്നിവരുടെ നിയമനത്തിന് ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അതിൻ്റെ തലവനായ മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, ആഭ്യന്തരമന്ത്രി എന്നിവരെ കൂടാതെ ഉൾപ്പെടുന്നതാരെന്ന്? അത് പ്രതിപക്ഷ നേതാവ്. ഞാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലേ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അതിൻ്റെ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്ന ഒരു സമിതിയുണ്ട്. ആ സമിതിയിൽ 6 പേരുണ്ട്. അതിൻ്റെ തലവൻ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞു അല്ലേ. പ്രധാനമന്ത്രിയെ കൂടാതെ ആരൊക്കെ ഉണ്ടെന്നും അവിടെ പറഞ്ഞു. അതുപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്ന ഒരു സമിതിയുണ്ട് അല്ലെ. അതായത് ആ തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി കൂടാതെ ആരൊക്കെ ഉണ്ടാകും? നിയമസഭാ സ്പീക്കർ ഉണ്ടാകും, ആഭ്യന്തരമന്ത്രി ഉണ്ടാകും, പിന്നെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും. അതായത് 4 പേരാണ്, 4 പേര്. പക്ഷെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ 6 പേരടങ്ങുന്ന ഒരു സമിതിയാണ് ശുപാർശ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 4 പേര്, സംസ്ഥാനത്തിൽ 4 പേരടങ്ങുന്ന ഒരു മുഖ്യമന്ത്രി അധ്യക്ഷനായിക്കൊണ്ടുള്ള 4 പേരടങ്ങുന്ന ഒരു സമിതിയാണ് ശുപാർശ ചെയ്യുന്നത് അല്ലെ. മുഖ്യമന്ത്രിയെ കൂടാതെ ആരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉണ്ട്, പിന്നെ നിയമസഭാ സ്പീക്കറും പ്രതിപക്ഷ നേതാവും. ഇങ്ങനെ 4 പേരാണ് അല്ലെ ഉള്ളത്. ഓക്കെ, അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അതുപോലെ അംഗങ്ങൾ എന്നിവരെ നിയമനത്തിന് ശുപാർശ ചെയ്യുന്ന സമിതിയുടെ തലവൻ മുഖ്യമന്ത്രിയാണ് അല്ലെ. ഇത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആകുമ്പോൾ അതിൻ്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്. അടുത്ത നോക്കുക, ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജി. ഇതൊരു നല്ലൊരു പ്രസ്താവനയായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ്, നോട്ട് ചെയ്ത് കൊടുക്കുക. ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജി അഥവാ സിറ്റിംഗ് ജില്ലാ ജഡ്ജിയെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് നിയമിക്കാൻ ആരുടെ അനുമതി ആവശ്യമാണ്? അത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ. അത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ഇപ്പോൾ പറഞ്ഞു മനുഷ്യാവകാശ കമ്മീഷനിൽ 3 അംഗങ്ങളുണ്ട്. ഒരാൾ ചെയർമാനാണ്,
പിന്നെ ഒരു ജുഡീഷ്യൽ അംഗവും ഒരു നോൺ ജുഡീഷ്യൽ അംഗവും ഉണ്ട്. അതിൽ ജുഡീഷ്യൽ അംഗം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നേരത്തെ അതിൻ്റെ യോഗ്യത പറഞ്ഞു, എന്താ, ഒരു ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം, അല്ലെങ്കിൽ ജില്ലാ ജഡ്ജി ആയിട്ട് 7 വർഷത്തിൽ കുറയാത്ത സേവനം വേണമെന്ന്. അത്തരത്തിലുള്ള ഒരു ജഡ്ജിയെയോ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ആ സിറ്റിംഗ് ജഡ്ജി അഥവാ സിറ്റിംഗ് ജില്ലാ ജഡ്ജിയെ, അതായത് ജുഡീഷ്യൽ അംഗമായിട്ടുള്ള ഹൈക്കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ സിറ്റിംഗ് ജഡ്ജി, ജില്ലാ ജഡ്ജിയെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യണം? ആ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ ആ വിവരം അറിയിക്കേണ്ടതുണ്ട്, അല്ലേ? ആ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അനുമതിയോടുകൂടി വേണം ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജി അഥവാ സിറ്റിംഗ് ജില്ലാ ജഡ്ജി ആയിട്ടുള്ള ഒരാളെ നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് നിയമിക്കപ്പെടുമ്പോൾ അനുമതി വേണ്ടത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയാണ്. അത് സ്വാഭാവികമായും നമുക്ക് ചിന്തിച്ചാൽ അത് മനസ്സിലാകും. ഇനി അടുത്തത്, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1998 ഡിസംബർ 11. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് MM പരീതിപിള്ളയാണ്, അല്ലേ? നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പഠിച്ചു. ആരാണ്? രംഗനാഥ മിശ്രയാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് ജസ്റ്റിസ് MN വെങ്കടചെല്ലയ്യ. ഇവിടെ നമ്മൾ പഠിക്കുന്നു കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് MM പരീതിപിള്ളയാണെന്ന്. ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് MM പരീതിപിള്ളയാണ്. ഇദ്ദേഹത്തോടൊപ്പം പ്രഥമ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഡോക്ടർ S ബലരാമനും TK വിൽസനുമാണ്. അപ്പോൾ നോക്കുക, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് MM പരീതിപിള്ള, പ്രഥമ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ഡോക്ടർ S ബലരാമൻ, TK വിൽസൻ. അതുപോലെ ഭരണഘടനയുടെ ഏതു ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണനയ്ക്ക് എടുക്കുന്നത്? അത് സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റുമാണ്, അല്ലേ? അതും നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാകും. ഇപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും പെടുന്ന കാര്യങ്ങൾ, അതിൽ വരുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷിച്ചാൽ മതി, അല്ലേ? ഇനിയിപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ആര് നോക്കും? അത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോക്കിക്കോളും. ഈ ലിസ്റ്റുകളെ കുറിച്ചിട്ട് ഞാൻ ഭരണഘടനയുടെ ക്ലാസ് എടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണനയ്ക്ക് എടുക്കുന്നത്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണനയ്ക്ക് എടുക്കുന്നത് സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റിലുമുള്ള വിഷയങ്ങളിലാണ്. അടുത്തത്, മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന്റെ എത്രാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണനയ്ക്ക് എടുക്കുന്നത്? അത് 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു അതിലല്ലേ 8 അധ്യായങ്ങളുണ്ട്, 43 സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 3-ാമത്തെ അധ്യായത്തിൽ എന്താണ്, 3-ാമത്തെ ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ, ആ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണനയ്ക്ക് എടുക്കുന്നത്. ഒന്നുകൂടെ പറയാം, മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന്റെ 3-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണനയ്ക്ക് എടുക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് ഇതിൽ ഇത്രയേ പറയുന്നുള്ളൂ. ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക. ഇനി ഒരു മെഡിസെപ്പിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, ഇത് മിക്കവാറും ചോദിക്കുന്നുണ്ട്. നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധമില്ല ഇതൊരു ഇൻഷുറൻസ് പദ്ധതിയാണ്, എന്നാലും ഇതുകൂടി ഇപ്പോൾ ഒന്ന് പറഞ്ഞേക്കാം. മെഡിസെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സർക്കാർ ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ഈ മെഡിസെപ്പ് എന്ന് പറയുന്നത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും, അതുകൂടെ നോക്കണം, പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് എന്ന് പറയുന്നത്. മെഡിസെപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഏതെന്ന് ചോദിച്ചാൽ അത് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയാണ്. മെഡിസെപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയാണ്. മെഡിസെപ്പ് പദ്ധതി പ്രകാരം എത്ര രൂപ വരെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്ന്? 3 ലക്ഷം രൂപ വരെയാണ് ലഭിക്കുക. മെഡിസെപ്പ് നിലവിൽ വന്നത് എന്നാണ്? ഇത് 2002 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, പക്ഷെ തെറ്റാണ്. 2022 ജൂലൈ 1 മുതലാണ് മെഡിസെപ്പ് നിലവിൽ വന്നിട്ടുള്ളത്. മെഡിസെപ്പിന്റെ പൂർണ്ണരൂപം അത് ഓർത്തിരിക്കണം, മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്നാണ് മെഡിസെപ്പ് എന്നതിൻ്റെ പൂർണ്ണരൂപം. മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. മെഡിസെപ്പ് ശുപാർശ ചെയ്ത കമ്മീഷൻ അത് CN രാമചന്ദ്രൻ നായർ കമ്മീഷനാണ് ഇത് ശുപാർശ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.